കുറച്ചധികം പിസ്ത ഷെൽസ് കയ്യിലുണ്ട്. നമുക്കത് വെച്ചിട്ടൊരു ഫ്ലവർ ഉണ്ടാക്കിയാലോ? ഈ ഫ്ലവർ കണ്ടിട്ട് എനിക്കൊരു ഫ്ലവറുമായിട്ട് നല്ല സാദൃശ്യം തോന്നി. നന്നായിട്ടല്ല, ഏതോ ഒരു പോയിന്റിൽ എവിടെയോ ചെറുതായിട്ട്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇതാണ് പാലപ്പൂ എന്നാണ്. എന്നല്ല, ഇത് ഇതല്ല കേട്ടോ, ഒറിജിനൽ പൂവ്. അത് ഏകദേശം നമ്മുടെ ചെമ്പകം ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു വെറൈറ്റിയിൽ വരുന്ന സാധനമാണ്. വളരെ തൊട്ടടുത്ത കാലം വരെ ഞാൻ പാലപ്പൂ എന്ന് വിശ്വസിച്ചിരുന്ന ചെമ്പകപ്പൂവിൻ്റെ വെറൈറ്റിയിലുള്ളൊരു ഫ്ലവറിൻ്റെ ഡ്യൂപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് നമുക്ക് ഉണ്ടാക്കാം. ആദ്യം തന്നെ ക്ലേ അറ്റത്ത് വെച്ചിട്ട് അതിന് ചുറ്റും ചെറിയൊരു ചെരിവുള്ള രീതിക്ക് പിസ്ത ഷെൽസ് ഒട്ടിച്ചു കൊടുക്കണം. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യാമേ, അല്ലാതെ കറക്റ്റ് അതിൽ മാത്രമായിട്ട് ഒട്ടി നിൽക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 3-4 ഫ്ലവേഴ്സ് ഉണ്ടാക്കുക. 5 പെറ്റൽസ് വേണേ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ സെയിം പ്രൊസീജിയർ 2 പിസ്ത ഷെൽസ് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ടുണ്ടാക്കാം. അങ്ങനെ അതുമായി. ഇനി നമുക്ക് കുറച്ച് ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാസ്കിംഗ് ടേപ്പ് നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അത് കഴിഞ്ഞ് അത് കളർ ചെയ്യാം. ഏകദേശം ആ ഒരു ലീഫിൻ്റെ ഷേപ്പിനാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. ഡാർക്ക് ഗ്രീനും യെല്ലോയും കൂടിയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതും റെഡിയായി. ഇനിയിപ്പോൾ ഫ്ലവേഴ്സിന് പെയിൻറ്റ് ചെയ്യണം. പറ്റുകയാണെങ്കിൽ മൊത്തത്തിലൊന്ന് വൈറ്റ് കളർ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് കഴിഞ്ഞിട്ട് സെൻറ്റർ പോർഷനിൽ യെല്ലോയും ബാക്കി പോർഷൻസിൽ വൈറ്റും കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ ചെമ്പകത്തിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുക. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ചെമ്പകത്തിൻ്റെ ലുക്കൊന്നും ഇല്ല, പക്ഷേ എവിടുന്നോ ചെറുതായിട്ടൊരു ലുക്കുണ്ട്. എന്നാലും സംഭവം എനിക്കിഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ.